ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ ഈ കുടുംബസ്വത്തിൻ്റെ ഭാഗമെല്ലാം കൊടുത്തുവിട്ട ശേഷം പിന്നീട് വീണ്ടും സ്വത്ത് ചോദിച്ച് തറവാട്ടിലേക്ക് എത്തുന്ന ചില മക്കളുണ്ടല്ലോ, അവരെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ ചില എം പിമാരുടെ ഒരു സമീപനം എന്ന മട്ടിലാണ് സണ്ണി ജോസഫും അതുപോലെ തന്നെ വി ഡി സതീശനും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ പോയ ഒരുപാട് പേർക്ക്, അടൂർ പ്രകാശിന്, കെ എസ് സുധാകരന്, ബെന്നി ബെഹനാന് എന്ന് വേണ്ട ഷാഫി പറമ്പിലിനടക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മൊത്തം പോരാ, അധികാരം കിട്ടും, അപ്പോൾ മന്ത്രിയാകണം, അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് ശ്രീ ജേക്കബ് ജോർജ്. അതെ, അതായത് ആത്യന്തികമായിട്ട് ഇവരുടെ ധാരണ ഇവർ നിന്നാൽ മാത്രമേ ജയിക്കൂ. മണ്ഡല നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഞങ്ങൾ നിൽക്കണം, എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ നിൽക്കണം. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഗവൺമെന്റ് കൈ കിട്ടും. കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ ഉണ്ടായി, കൈ കിട്ടും, അപ്പൊ ഞങ്ങൾക്ക് മന്ത്രിമാരെ വിലസാം എന്നൊക്കെയുള്ള ഒരു കണക്കുകൂട്ടലാണ്. അതില്ലെങ്കിൽ അടുത്ത ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കാം എന്നൊക്കെയാണ്. ഇതൊക്കെ ഒട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭൂഷണമല്ല. കാരണം രണ്ട് തവണയായിട്ട് ഭരണം കിട്ടാതിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, ഐക്യജനാധിപത്യ മുന്നണി. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു മത്സരം തന്നെ, ഒരു പോര് തന്നെ ശരിയല്ല, ഒട്ടും ഭൂഷണമല്ല. അതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ എം പിമാർ, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ വീണ്ടും ഒരു സ്ഥാനം അലങ്കരിക്കുന്നവർ, ഒരു സ്ഥാനത്തിരിക്കുന്നവർ വീണ്ടും ഒരു സ്ഥാനം മോഹിച്ചും കൊണ്ട് രംഗത്തിറങ്ങുന്നത് തീർച്ചയായിട്ടും പുതിയ തലമുറയെ, യുവാക്കളെ വളരെയധികം നിരുത്സാഹപ്പെടുത്തും, യാതൊരു സംശയമില്ല. അത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ KPCC നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതൃത്വം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ജേക്കബ് ജോർജ്, അവർ മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതൊക്കെ കൊടുക്കുന്ന ഒരു വളരെ കൃത്യമായ ഒരു സന്ദേശമുണ്ടല്ലോ. ഏറ്റവും പ്രധാനം അധികാരമാണ്, മന്ത്രിമാരാവുക എന്നുള്ളതൊക്കെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ എന്താകും ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്നുകൂടി താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ എത്രമാത്രം തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകളാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ് എന്നിവയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല, അതൊക്കെ വളരെ മനോഹരമായി മൂടിപ്പൊതിഞ്ഞ് അവരെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ പ്രബുദ്ധമായ ജനങ്ങൾ, അവരിതെല്ലാം കാണുന്നുണ്ട്. മുസ്ലിം ലീഗ് പുനരധിവാസത്തിന്റെ പേരിൽ വയനാട്ടിൽ വാങ്ങിയ വസ്തുവിന്റെ അവസ്ഥ എന്താണ് എന്ന്, യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച ഫണ്ടിന്റെ അവസ്ഥ എന്താണ് എന്ന്, അതുപോലെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ, വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള വീടുകളുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ഈ നാട് കാണുകയാണ്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ DCCയുടെ ട്രഷറർ മകനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് അടക്കം എത്രയോ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ കഥകളാണ് പുറത്തു വരുന്നത്. ഇവരെയാണ് ഇനിയും മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരുമാക്കാൻ കേരളത്തിലെ ജനങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന മട്ടിലാണ് ഇവരുടെ എല്ലാം ഓരോ നീക്കങ്ങൾ. ജേക്കബ് ജോർജ്, അത് തിരഞ്ഞെടുക്കപ്പെട്ട MPമാർക്ക് ഞങ്ങളാണ് തെരഞ്ഞെടുപ്പിന് നിൽക്കാനും മത്സരിക്കാനും അർഹരായവർ എന്നൊരു ചിന്തയുണ്ട്. അതാണ് ഇതിനൊക്കെ അപകടം. തന്നെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനം, ഇവരൊക്കെ സ്വാഭാവികമായിട്ടും മുതിർന്ന നേതാക്കളുണ്ടല്ലോ, അടൂർ പ്രകാശ് ആണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെയും, ബെന്നി ബെഹനാൻ, ഇവരൊക്കെയും മുതിർന്നവന്മാരാണ്. അതുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിച്ചാൽ ഞങ്ങൾ തന്നെ ആയിരിക്കണം അവിടെയും മുമ്പിൽ എന്നുള്ള ഭാവമാണ്. അത് ഒരിക്കലും ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയത്തിന് തന്നെ യോജിച്ചതല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാനത് ആവർത്തിക്കുന്നു.